ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ VC നിയമനത്തിൽ ഗവർണർ സർക്കാർ സമവായം. സിസ തോമസിനെ KTU VC ആയി നിയമിച്ച് ലോക് ഭവൻ ഉത്തരവിറക്കി. സജി ഗോപിനാഥനെ ഡിജിറ്റൽ സർവകലാശാല VC ആയും നിയമിച്ചു. ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായകമായ തീരുമാനം. നിയമന ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. ഗോപാൽ ശിലാസനലുണ്ട്. ഗോപാൽ ശിലാസനൽ, അപ്പോൾ ആ തർക്കം അവസാനിച്ചു. സർക്കാർ പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ സിസ തോമസിനെ ഗവർണർ VC ആക്കാതിരുന്നില്ല, VC ആക്കി. അതാണ് സർക്കാരിനുള്ള തിരിച്ചടി. അതേസമയം സർക്കാർ നിർദ്ദേശിച്ച സജി ഗോപിനാഥിനെ ഗവർണറും അംഗീകരിച്ചു. ഓരോ ഗോൾ വീതം അടിച്ച് സമനിലയിലായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ ഗോപാൽ ശിലാസനൽ? തീർച്ചയായും ഡോക്ടർ അരുൺ, ഇതൊരു സമവായം എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ തരത്തിൽ പിടിവാശിയായിരുന്നു രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നത്. ഒരു കാരണവശാലും സിസ തോമസിനെ VC ആക്കാൻ സർക്കാർ അനുവദിക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം നേരിട്ട് ഗവർണറുമായി അറിയിക്കുകയുണ്ടായി. അതേസമയം തന്നെ മറുവശത്ത് ഇത്തരത്തിൽ ഈ പറയുന്ന ഈ സജി ഗോപിനാഥിനെയോ രാജശ്രീയെയോ നിയമനം നടത്താൻ സമ്മതിക്കുക എന്ന് ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല എന്ന് ഈ ഗവർണറും ചാൻസലറും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ സമവായമായിരിക്കുന്നു, ഒരു ധാരണയായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായും അതുപോലെ തന്നെ മറുവശത്ത് സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയും തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സർക്കാർ സമവായമായിരിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി സജി ഗോപിനാഥ് വരും. സാങ്കേതിക സർവകലാശാലയുടെ VC ആയി സിസ തോമസും വരും. അപ്പോൾ ഓരോ ഗോൾ വീതം അടിച്ചു. പക്ഷേ സർക്കാർ